കോവിഡ് കാലത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന ജാർഖണ്ഡ് സ്വദേശിയായ ഒരു വയോധിക പോലീസ് ഇടപെട്ട് കൊല്ലം നെടുമ്പനയിലുള്ള നവജീവൻ അഭയകേന്ദ്രത്തിലേക്ക് എത്തിച്ചു. 4 വർഷങ്ങൾക്കിപ്പുറം മങ്കാദേവി എന്ന വയോധിക വലിയൊരു സന്തോഷത്തിലാണ്. എല്ലാം നഷ്ടമായെന്ന് കരുതിയ മാതാവിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി. ആരാണെന്നല്ലേ? കാണാം. ലിജോ റോളൻസ് പറയും. നാലര വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കണ്ടപ്പോഴുള്ള ഒരു മകന്റെ സന്തോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതെ, ജാർഖണ്ഡിൽ നിന്നും അമ്മയെ കോവിഡിന്റെ സമയത്ത് നഷ്ടപ്പെടുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അവസാനം ആ അന്വേഷണം വന്നു നിന്ന്, അതായത് ആ അന്വേഷിച്ചെങ്കിലും അമ്മ കേരളത്തിലെത്തിയിരുന്നു, മറ്റൊരു തരത്തിൽ കേരളത്തിലെത്തിയിരുന്നു. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന നവജീവൻ അഭയകേന്ദ്രത്തിന്റെ തണലിൽ അമ്മയുണ്ടായിരുന്നു. നവജീവൻ അഭയകേന്ദ്രത്തിന്റെ പ്രവർത്തകരും അതിന്റെ ആളുകളും തന്നെ ഈ അമ്മയെ കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലുമായിരുന്നു. അങ്ങനെ അവസാനം രണ്ടുപേരുടെയും ആ ഒരു അന്വേഷണം ഫലം കണ്ടു. അമ്മ അവസാനം മകന്റെ അടുത്തെത്തി സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു. ഇതിന് പിന്നിൽ വർഷങ്ങളുടെ ഒരു പ്രയത്നം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് തന്നെ, ഇതിന്റെ റെസിഡന്റ് മാനേജറോട് തന്നെ ആദ്യം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. എനിക്കൊന്ന് ഒരു മറ്റൊരു സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട ഒരാളിനെ കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവം. എങ്ങനെയാണ് അമ്മ ഇവിടെ എത്തിയത്? ആദ്യം അതാണ്. അമ്മ ഇവിടെ എത്തിയത് കോവിഡ് കാലത്ത് സ്വാഭാവികമായിട്ട് ഈ അമ്മയ്ക്ക് ചെറിയ മാനസികമായ അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുക, തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു സ്വാഭാവികമായ രീതി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരിക്കലും തിരിച്ചെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ നീങ്ങി. അവിടെ നിന്ന് ലോങ് ട്രിപ്പ് ട്രെയിനിൽ കയറി അവർ കൊല്ലത്തെത്തി. അങ്ങനെ കൊല്ലത്തെത്തിയിട്ട് അവർ ബസ്സിലേതോ കയറി എങ്ങനെയോ നമ്മുടെ അടുത്ത പ്രദേശമായ മിയണ്ണൂർ ജംഗ്ഷനിലെത്തി. ആ ജംഗ്ഷനിൽ നിന്നും അവിടുന്ന് ഒരു വ്യക്തി കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും അങ്ങനെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അമ്മയെ സ്റ്റേഷനിൽ വരുത്തിയിട്ട് ഞങ്ങൾ കോവിഡ് സമയമായതുകൊണ്ട് അടുത്ത അസീസിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോവിഡ് ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നവജീവൻ അഭയകേന്ദ്രത്തിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ഈ നവജീവൻ അഭയകേന്ദ്രത്തിലെ ഈ ജീവനക്കാരും എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടെ ഒരു സംരക്ഷണം നൽകിയതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഒരു ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജീവനക്കാരെല്ലാം പറയുന്നത്. ഇതിന്റെ വെൽഫെയർ ഓഫീസർ കൂടെ ചേരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു 4.5 വർഷത്തിന് ശേഷം ഒരു അമ്മയെ കാണുക എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെയുള്ള അമ്മമാര് ഞങ്ങൾ ഇവിടെ കേവലം ഇവിടെ താമസിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല, അവരെ നല്ല രീതിയിൽ റീഹാബിലിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അമ്മയോട് തന്നെ എനിക്ക് അറിയുന്ന ചെറിയ ഹിന്ദിയിലൊന്ന് ചോദിച്ചേക്കാം. മാതാജി, आपका नाम क्या है? नाम है मेनका सिंह। ओके, बेटा को बहुत साल के बाद आप देखा, कैसे है, कैसे संतोष है? बहुत तो घर में कुछ झगड़ा है. അവയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ആരോഗ്യവതിയായിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 4 साल के बाद आप माता जी को देखे, कैसे है आपका? मेरे को बहुत अच्छा लगा देखने में। मेरे को खबर मिला घर में, ये खबर उधर गांव में आदमी आया था, ऐसे ऐसे तुम्हारा माँ है करके कॉन्टेक्ट मेरे को मिला। वहाँ पे मैं वीडियो कॉल में बात किया माँ से, करने के बाद मैं इधर आया माँ को लेने के लिए, तो सब लोग हेल्प किया। इधर पे जितना आदमी है, 4 साल से मैं माँ को देखा तो हमको बहुत अच्छा लगा। ये लोग माँ को मेरा देखभाल भी बढ़िया से किया है. പറയുന്ന പോലെ തന്നെ ഈ ഒരുപക്ഷെ അവര് ഉണ്ടാകുമോ എന്ന് പോലും ഈ മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഒന്നും ഉറപ്പില്ലാത്ത സമയത്താണ് ഈ നവജീവൻകാർ ഈ അമ്മയ്ക്കൊരു പുതുജീവൻ നൽകി എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ഈ കുടുംബത്തോടൊപ്പം ചേർത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു സവിശേഷത. ഇപ്പോൾ അമ്മ ആ കുടുംബത്തോ, അതായത് ജാർഖണ്ഡിലേക്ക് തിരികെ മടങ്ങി പോവുകയാണ്. അമ്മ അപ്പോൾ അധികം താമസിയാതെ കുടുംബത്തിലെത്തും, ആ ഗ്രാമത്തിലെത്തും. അവർ അവിടെ സന്തോഷിക്കുകയും ചെയ്യും. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.